കൊച്ചിക്ക് പുതിയ മുഖം സമ്മാനിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ റെയിൽവേ. 267 കോടിയുടെ അത്യാധുനിക കോച്ചിംഗ് ടെർമിനൽ, വന്ദേ ഭാരത് അറ്റകുറ്റപ്പണിക്കായി പ്രത്യേക പിറ്റ് ലൈനുകൾ. കൊച്ചി ഇനി വെറും കൊച്ചിയല്ല. അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്ന കൊച്ചി ഇനി കേരളത്തിന്റെ റാണി നഗരമാകും. കേരളത്തിന്റെ റെയിൽവേ വികസനത്തിന് വൻ വേഗത പകരുകയാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ പദ്ധതി. ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഒക്കെ വാങ്ങുമ്പോൾ ചെറിയ തവണകളായി തിരിച്ചടയ്ക്കാനുള്ള EMI സ്കീമുകൾ മൈജി ഫ്യൂച്ചറിലുണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ. എറണാകുളത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള പുതിയ കോച്ചിംഗ് ടെർമിനൽ നിർമ്മിക്കുന്നതിനായുള്ള വിശദ പദ്ധതി രേഖ റെയിൽവേ സമർപ്പിച്ചു. പൊന്നുരുന്നിയിലെ മാർഷലിംഗ് യാർഡിൽ വിഭാവനം ചെയ്യുന്ന ഈ മെഗാ പ്രോജക്ടിന് 267 കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്തെ റെയിൽവേ കൺസ്ട്രക്ഷൻ വിഭാഗം തിരുവനന്തപുരം ഡിവിഷന് സമർപ്പിച്ച DPR വൈകാതെ തന്നെ റെയിൽവേ ബോർഡിന്റെ അന്തിമ പരിഗണനയ്ക്കെത്തും. അനുമതി ലഭിച്ചാൽ 3 വർഷത്തിനകം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ടെർമിനൽ പ്രവർത്തന സജ്ജമാകും. യാത്രക്കാരുടെ ദീർഘകാല ആവശ്യം യഥാർത്ഥ രൂപത്തിലേക്ക് എത്തുകയാണ്. പ്ലാറ്റ്ഫോമുകളുടെ എണ്ണം 6 ആയി ഉയർത്തും. കേരളത്തിലെ ട്രെയിൻ യാത്രക്കാരുടെ ഭാവി ആവശ്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള വികസനമാണ് മോദി സർക്കാർ നടപ്പിലാക്കുന്നത്. നേരത്തെ 4 പ്ലാറ്റ്ഫോമുകൾ നിർമ്മിക്കാനായിരുന്നു പദ്ധതി. റെയിൽവേയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള ഇടപെടലിനെ തുടർന്ന് പ്ലാറ്റ്ഫോമുകളുടെ എണ്ണം 6 ആയി ഉയർത്തുകയായിരുന്നു. 3 സ്റ്റേബിളിംഗ് ലൈനുകൾ, യാത്ര കഴിഞ്ഞു വരുന്ന ട്രെയിനുകൾ നിർത്തിയിടുന്നതിനുള്ള ലൈനുകൾ പദ്ധതിയുടെ പ്രത്യേകതയാണ്. 3 അത്യാധുനിക പിറ്റ് ലൈനുകൾ ഉണ്ടാകും. ബോഗികൾ പരിശോധിക്കാനും വൃത്തിയാക്കാനും ുള്ള പ്രത്യേക ട്രാക്കുകൾ. ഇതിൽ 2 പിറ്റ് ലൈനുകൾ പൂർണ്ണമായും വന്ദേ ഭാരത് ട്രെയിനുകളുടെ സുഗമമായ അറ്റകുറ്റപ്പണികൾക്കായി മാത്രം മാറ്റിവെച്ചതാണ്. നിലവിൽ എറണാകുളം സൗത്ത്, നോർത്ത് സ്റ്റേഷനുകളിൽ കൂടുതൽ പ്ലാറ്റ്ഫോമുകൾ നിർമ്മിക്കാൻ സ്ഥലമില്ലാത്ത പ്രതിസന്ധിക്കാണ് കേന്ദ്രത്തിന്റെ ഈ മാസ്റ്റർ പ്ലാനിലൂടെ പരിഹാരമാകുന്നത്. പൊന്നുരുന്നി യാർഡിൽ റെയിൽവേക്കുള്ള 110 ഏക്കർ സ്ഥലത്താണ് പദ്ധതി വരിക. ഭാവിയിൽ ആവശ്യാനുസരണം 15 പ്ലാറ്റ്ഫോമുകൾ വരെ ഉയർത്താൻ സാധിക്കുന്ന വിശാലമായ സ്ഥല സൗകര്യമാണ് ഇവിടെയുള്ളത്. കൊച്ചിയിലെ റെയിൽവേ ഗതാഗത തിരക്ക് പൂർണ്ണമായും കുറയ്ക്കാനും മറ്റു ട്രെയിനുകൾ പിടിച്ചിടുന്നത് ഒഴിവാക്കാനും ഈ ടെർമിനൽ സഹായിക്കും. ഇതോടെ കേരളത്തിലേക്ക് പുതിയതായി കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കാനുള്ള വഴി കൂടിയാണ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം തുറന്നിടുന്നത്. മെട്രോ, വാട്ടർ മെട്രോ, വൈറ്റില മൊബിലിറ്റി ഹബ് എന്നിവയുമായി ഈ ടെർമിനലിനെ ബന്ധിപ്പിക്കുന്നതോടെ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ചതും മാതൃകാപരവുമായ ഒരു സംയോജിത ഗതാഗത ഹബ്ബായി കൊച്ചി മാറും. കേരളത്തിന്റെ വികസന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന സവിശേഷ പരിഗണനയുടെ ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ പുതിയ റെയിൽവേ കോച്ചിംഗ് ടെർമിനൽ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.